നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന ഈ പുണ്യമാസത്തിൽ നബിയുടെ കഥകൾ കേൾക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? എന്നാൽ ഞാനൊരു കഥ പറയാം. ഒരിക്കൽ നബിയും ശിഷ്യന്മാരും ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു യാചകൻ കയറി വന്നു. ആ യാചകൻ നബിയോട് ചോദിച്ചു, നബിയെ, എനിക്ക് വല്ലതും തരണേ. മുത്തുനബി അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനു യാചിക്കുന്നു? നിങ്ങളുടെ ഒന്നുമില്ലേ? യാചകൻ പറഞ്ഞു, ഇല്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമല്ലോ. എന്റെ അടുത്തൊരു പുതപ്പും വെള്ളിപ്പാത്രമുണ്ട്. എന്നാൽ അത് കൊണ്ടുവരൂ. അങ്ങനെ യാചകൻ വീട്ടിൽ പോയി പുതപ്പും വെള്ളിപ്പാത്രം നബിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. നബി ശിഷ്യരോട് ചോദിച്ചു, ആരാണ് ഇത് വിലക്ക് വാങ്ങാൻ തയ്യാറുള്ളവൻ? അങ്ങനെ ഒരു സഹാബി കൈ നീട്ടി, നബിയെ, ഞാനത് 2 ദിർഹമിന് വാങ്ങും നബി എന്ന് പറഞ്ഞു. മുത്തുനബി ആ 2 ദിർഹം ആ പാവപ്പെട്ട അദ്ദേഹത്തിന് നൽകി. എന്നിട്ട് പറഞ്ഞു, ഈ ദിർഹം കൊണ്ട് നിങ്ങൾ വീട്ടാവശ്യങ്ങൾ ചെയ്യുക. അടുത്ത ദിർഹം കൊണ്ട് നിങ്ങൾ ഒരു മഴ വാങ്ങി കാട്ടിൽ പോയി വിറകെട്ടി ജീവിക്കുക. അങ്ങനെ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ യാചകൻ വീണ്ടും നബിയെ കാണാനെത്തി. അന്ന് ആ യാചകനടുത്ത് 10 ദിർഹം ഉണ്ടായിരുന്നു. നബി പറഞ്ഞു, ഈ ദിർഹം കൊണ്ട് നിങ്ങൾ ഒരു പുതപ്പും വെള്ളിപ്പാത്രവും വാങ്ങുക. ബാക്കി കൊണ്ട് വീട്ടാവശ്യങ്ങൾ ചെയ്യുക. ഇത് കേട്ട യാചകന് വളരെയധികം സന്തോഷമായി. യാചനയിൽ നിന്ന് മോചനം കിട്ടി അദ്ദേഹം സന്തോഷത്തോടെ വീട്ടിൽ പോയി. മുത്തുനബിയെ കുറിച്ചുള്ള കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? മുത്തുനബിയെ സ്നേഹിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.